ഈ ചൂടുവെള്ളത്തിൽ വീണിട്ടുള്ള പൂച്ച പച്ചവെള്ളം കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലേ? ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ടിലേക്ക് വരുന്ന കാര്യങ്ങളെ പിന്നീട് നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യുന്നത് മുൻപ് നടന്നിട്ടുള്ള ഒരു നെഗറ്റീവ് ഇവൻറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ പിന്നീട് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സിനെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, പലപ്പോഴും ബിസിനസ്സുകാർക്കും ഇത് തന്നെ സംഭവിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിന് അവിടെ ഒരു ERP സൊല്യൂഷൻ വേണമായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഇവിടെ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു IT സ്ഥാപനത്തിൽ പോയി. ഈ IT സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്നതാണ്. ആൾ നല്ലൊരു ഡെവലപ്പറാണ്. ആൾക്ക് ഏകദേശം 640 ക്ലയൻസ് ഉണ്ട് കേരളത്തിൽ മാത്രം 640 ക്ലയൻസ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ആ ഇൻഡസ്ട്രിയിൽ എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പം ആളെ ഞാൻ പോയി മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇദ്ദേഹം ഒറ്റയ്ക്കാണ്, വേറെ ആരും സഹായത്തിനില്ല. ആകപ്പാടെ ഈ പറയുന്ന ടെലികോളിംഗ് സൈഡിൽ മാത്രം ആണ് 2-3 പേര് അവിടെ ഉള്ളത്, 2-3 സ്റ്റാഫ് അവിടെ ഉണ്ട്. അവർ ജസ്റ്റ് ഇൻകമിങ് വരുന്ന കോളുകൾ എടുക്കുന്നുണ്ടാവും. പക്ഷേ സെയിൽസിൻ്റെ ക്ലോസിങ്ങും ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റും ഇതിൻ്റെ സർവീസും മെയിൻ്റനൻസും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒറ്റ വ്യക്തിയാണ്. ഞാനപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആസ് എ കൺസൾട്ടൻറ്റ് എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ആളോട് ചോദിച്ചു, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിസിനസ് ഗ്രോ ചെയ്യുക? ഈ 640 ക്ലയൻസ് ഉണ്ട്, നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് സർവീസ് കൊടുക്കും? ഇതെല്ലാം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ആൾ കുറേയധികം ആളുകളെ അവിടെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുകയും, പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ് സൈഡിലും മെയിൻ്റനൻസ് സൈഡിലും സെയിൽസിൻ്റെ സൈഡിലും ഒക്കെ ഡെലിഗേറ്റ് ചെയ്യുകയും, പക്ഷേ അത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ഈ ഡെലിഗേഷൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചു. എങ്ങനെയായിരുന്നു ഡെലിഗേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ ട്രാക്ക് ചെയ്തത്? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ആൾ ഫെയിലായത് ഫോളോ അപ്പ് ആൻഡ് റിവ്യൂ മെക്കാനിസത്തിലാണ്. എപ്പോഴും നമ്മൾ മറ്റൊരാളെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു മെക്കാനിസം നമുക്ക് ഇന്റേണലി ഉണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആകത്തുള്ളൂ. അതേ സമയത്ത് ഇതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ, കൃത്യമായിട്ട് റിവ്യൂ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡെലിഗേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയം തന്നെയായിരിക്കും. ഈ പറയുന്ന റിവ്യൂ മെക്കാനിസം അത് ദിവസം ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ച വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിൽ ചെയ്യാം. ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ പേസിനനുസരിച്ചിരിക്കും. ഇനീഷ്യൽ ഫേസിൽ ഉറപ്പായിട്ടും ഡെയിലി തന്നെ ഇതിനെ മോണിറ്റർ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളിലൂടെയും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെയും ഈ പ്രോസസ്സ് നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന ആൾ ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കത്തില്ല. അപ്പോൾ ഓർത്ത് നോക്കിയേ, 5:55 ഇന്നൊരു കാര്യം ചെയ്ത് എനിക്ക് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:50 വിളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. 5:55 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5:50 നമ്മൾ വിളിച്ചു ചോദിക്കണം, എന്തായി, എവിടെയായി, അതിൻ്റെ റിപ്പോർട്ട് എവിടെ, റിസൾട്ട് എന്തിയേ, ഇത് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഫോളോ അപ്പും റിവ്യൂവുമാണ് ഡെലിഗേഷൻ്റെ സക്സസിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആള് റിവ്യൂ മെക്കാനിസത്തിനുള്ള ഒരു പ്രോസസ്സൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ERP അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും പുള്ളി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു മെക്കാനിസം പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അവിടെ ആവശ്യമാണ്. ബിക്കോസ് അതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്, കസ്റ്റമൈസേഷൻ പൂർണ്ണമായിട്ടും ആവശ്യമുള്ള സർവീസ് ഇൻഡസ്ട്രിയാണ്. അവിടെ പ്രൊജക്ട് മാനേജ്മെന്റ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രൊജക്ടിന്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യപ്പെടില്ല, റിവ്യൂ ചെയ്യപ്പെടില്ല. പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സക്സസ് ആയി മാറും. അപ്പോൾ ഡെലിഗേഷൻ പൂർണ്ണമായിട്ട് അവിടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജികളിലേക്കും അതുപോലെ തന്നെ അസോസിയേഷനിലേക്കും ഒക്കെ ആൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന 640 അല്ല, അതിൽ കൂടുതലായിട്ട് 1000-ലധികം 2000-ലധികം ക്ലയൻസിലേക്ക് ആൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. അപ്പം ഇത്തരത്തിൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ചൂടുവെള്ളമല്ല എന്ന് തിരിച്ചറിയാന്നുള്ള ആദ്യത്തത്. രണ്ടാമത്, ഡെലിഗേഷൻ ഒരു ചൂടുവെള്ളം ആകാതിരിക്കണമെങ്കിൽ മസ്റ്റായിട്ടും എപ്പം എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആൻഡ് റിവ്യൂ മെക്കാനിസം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക.